ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ലൂപ്സിനെ കുറിച്ചാണ്. സോ ലൂപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി റൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലൂപ്സ് ഉപയോഗിക്കാം. സോ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കോഡ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നമുക്ക് 3 തരത്തിലുള്ള ലൂപ്സ് ഉപയോഗിക്കാം. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. ഉദാഹരണമായി നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ കൺസോളിൽ ഒരു സിമ്പിൾ പ്രോഗ്രാം കൺസോളിൽ നമ്മൾ C# എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. C# എന്നതുപോലെ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. സോ നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C# എന്ന് നമുക്ക് നമ്മുടെ കൺസോളിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതൊരു 5 തവണ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കോഡ് നമുക്ക് 5 തവണ താഴോട്ടതുപോലെ കോപ്പി ചെയ്യേണ്ടി വരും. സോ ഈ രീതിയിൽ നമുക്ക് കോപ്പി ചെയ്യേണ്ടി വരും. സോ ഇതൊരു 10 തവണ വേണമെങ്കിൽ നമുക്കൊരു 10 തവണ ചെയ്യേണ്ടി വരും. സോ ഇതുപോലെ നമുക്കൊരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ നമുക്കത് റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലെ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരമായി നമുക്ക് ലൂപ്പ് ഉപയോഗിക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. സോ ലൂപ്പിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫോർ ലൂപ്പാണ്. സോ നമുക്ക് ഈ ഒരു സെയിം പ്രോഗ്രാം നമുക്ക് 5 തവണ C# എന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഫോർ എന്ന് കൊടുക്കുന്നു, റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിലാദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള വേരിയബിളാണ്. സോ നമ്മൾ ആദ്യം ആ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. സോ ഞാനിവിടെ ഇൻറ്റ് x എന്ന് കൊടുക്കുന്നു. x = ഞാൻ 1 കൊടുക്കുന്നു, x1 കൊടുക്കുന്നു. പിന്നെ കൊടുക്കേണ്ടത് നമ്മുടെ കണ്ടീഷനാണ്. ഏത് കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? സോ നമുക്ക് C# എന്ന് 5 തവണയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് x = 1. സോ അതുപോലെ x നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് <= 5. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 5 തവണ നമ്മുടെ x എന്ന് പറയുന്ന എക്സിൻ്റെ വാല്യൂ 5 ആവുന്നത് വരെ നമുക്ക് ഈ ലൂപ്പ് റൺ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് 5 തവണ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കും. അവസാനമായി നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഇൻക്രിമെൻ്റ് ആണ്. നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്പറേറ്ററാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ഇവിടെ x 1 ആണ്, പിന്നെ നമുക്കത് 2 ആവണം, 3 ആവണം, 4 ആവണം, അതുപോലെ 5 വരെ വരണം. സോ അതിന് നമുക്ക് നമ്മുടെ ഈ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ x++ എന്നതുപോലെ കൊടുക്കുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലോക്കിനുള്ളിൽ എഴുതുന്ന ഒരു പ്രോഗ്രാം നമുക്ക് 5 തവണ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇതിനുള്ളിൽ ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. console.writeLine. സോ നമുക്കിതിനുള്ളിൽ C# എന്ന് കൊടുക്കാം. C#. സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയിരുന്ന ആ കോഡ് നമ്മൾ വെറും ഒരു 3 ലൈനിൽ ഒതുക്കി. സോ നമുക്കിവിടെ C# എന്ന് 5 തവണ പ്രിൻ്റായി ലഭിച്ചു. ഇനി നമുക്കിത് 10 തവണ വേണമെങ്കിൽ നമുക്കിവിടെ 10 എന്ന് കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 10 തവണ നമുക്കിവിടെ C# എന്നതുപോലെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്കൊരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൂപ്പ് ഉപയോഗിക്കാം. സോ ലൂപ്പിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഫോർ ലൂപ്പാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വൈൽ ലൂപ്പാണ്. സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇത്രയും ഭാഗം കമൻറ്റ് ചെയ്യാം. വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം വൈൽ എന്ന് പറയുന്നൊരു കീവേഡ് കൊടുക്കുന്നു, വൈൽ. അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു. സോ നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ നമുക്കിവിടെ x <= 5. അതിനുശേഷം നമുക്കതിൻ്റെ ബ്ലോക്ക് ഓപ്പൺ ചെയ്യാം. ബ്ലോക്ക് ഓപ്പൺ ചെയ്ത ശേഷം സോ നമുക്കിവിടെ വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വൈലിൻ്റെ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ഇൻഡെക്സ് = 1 എന്ന് കൊടുക്കാം. സോ നമ്മൾ ഫോർ ലൂപ്പിൽ ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. സോ വൈൽ അതിനുള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. ആ ബ്ലോക്കിനുള്ളിൽ നമ്മൾ എന്താണോ നമുക്ക് കൊടുക്കേണ്ട പ്രോഗ്രാം, ആ കോഡ് നമ്മൾ ഈ ബ്ലോക്കിനുള്ളിൽ എഴുതുന്നു. ഈ ബ്ലോക്കിനുള്ളിൽ എഴുതുന്ന പ്രോഗ്രാം ആയിരിക്കും നമ്മളെ ലൂപ്പിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് റൺ ആവാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ലൂപ്പ് നമുക്ക് നമ്മുടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, x++. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്ത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 തവണ ഇതുപോലെ C# എന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 തവണ ഇതുപോലെ താഴോട്ട് നമ്മുടെ പ്രോഗ്രാം നമുക്ക് 10 തവണ ഇതുപോലെ C# എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. ഉദാഹരണമായി നമ്മളിവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ സേവ് ചെയ്യാം. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ റൺ ആവുന്നതായിരിക്കും.
നമുക്കത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കില്ല. സോ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന കാലത്തോളം നമ്മുടെ പ്രോഗ്രാം ഇതുപോലെ റൺ ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ നമുക്ക് Ctrl+C ഉപയോഗിച്ചത് നമ്മുടെ പ്രോഗ്രാം ക്വിറ്റ് ചെയ്യാം. സോ നമുക്ക് ക്ലിയർ ചെയ്യാം. സോ നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കുക. സോ ഇതായിരുന്നു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. സോ അടുത്തതായി നമുക്ക് ഡു വൈൽ ലൂപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമുക്ക് തൽക്കാലം ഇത് കമൻറ്റ് ചെയ്യാം. സോ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ ഡു വൈൽ ലൂപ്പിൽ നമ്മൾ കൊടുക്കുന്ന കോഡ് ആദ്യത്തെ തവണ എന്തായാലും റൺ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. സോ ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് മാത്രമേ നമ്മുടെ കോഡ് നമ്മൾ ബ്ലോക്കിനുള്ള എഴുതിയിട്ടുള്ള ആ കോഡ് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. എന്നാൽ ഡു വൈൽ ലൂപ്പിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാം ആദ്യം ഒരു തവണ റൺ ആവുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡു എന്ന് പറയുന്ന ഒരു കീവേഡ്, സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം കൊടുക്കാം console.writeline C#. അതിനുശേഷം താഴെ വന്ന ശേഷം നമ്മൾ വൈൽ എന്ന് കൊടുക്കുന്നു. വൈൽ അതിനുശേഷം അതിനുള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുന്നത് x<=5 സെയിം പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ശേഷം നമ്മളിതുപോലെ സെമിക്കോളൻ കൊടുക്കുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. int x=1 എന്ന് പറയുന്ന വേരിയബിൾ ഇതുപോലെ ഡിക്ലെയർ ചെയ്യാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫിനിറ്റ് ലൂപ്പാണ് ലഭിക്കുന്നത്. നമുക്ക് Ctrl+C ഉപയോഗിച്ച് എക്സിറ്റ് ചെയ്യാം. സോ അത് നമുക്ക് ലഭിക്കാൻ കാരണം നമ്മൾ ഇവിടെ അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മളിവിടെ x++ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 തവണ C# എന്ന് ലഭിക്കും. സോ നമ്മൾ ഡു വൈൽ ലൂപ്പിൽ പറഞ്ഞിരുന്നു, ഡു വൈൽ ലൂപ്പിൽ ആദ്യം നമ്മുടെ കോഡ് റൺ ആവും. അതിനുശേഷം മാത്രമേ ആദ്യം ഒരു തവണ കോഡ് റൺ ആവും. അതിനുശേഷം മാത്രമേ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. ഉദാഹരണമായി ഞാനിവിടെ എക്സിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ x=0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു കോഡ് നമ്മൾ മുമ്പത്തെ വൈൽ ലൂപ്പിലോ ഫോർ ലൂപ്പിലോ കൊടുക്കുകയാണെങ്കിൽ ഇത് റൺ ആവുന്നതായിരിക്കില്ല. എന്നാൽ നമ്മൾ ഈ ഡു വൈൽ ലൂപ്പിൽ എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. എന്നാൽ ഓൾറെഡി നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ നമ്മൾ 1 ആണ് കൊടുത്തത്. ഇനി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് C# എന്ന് പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഒരു തവണ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആദ്യം നമ്മൾ ഡു ബ്ലോക്കിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ വൈലിനുള്ളിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പോലും നമുക്കൊരു തവണ നമ്മുടെ ഡു ബ്ലോക്കിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഡു വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. ഇനി ഉദാഹരണമായി നമുക്ക് 10 തവണ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ x<10 എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലഭിച്ച പോലെ നമുക്ക് 10 തവണ നമ്മുടെ പ്രോഗ്രാം ഇതുപോലെ റൺ ആവുന്നതായിരിക്കും. 10 തവണ ഇതുപോലെ റൺ ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് C# നമുക്ക് ലൂപ്സ് ഉപയോഗിക്കാം. 3 തരത്തിലുള്ള ലൂപ്സ് ഉണ്ട്. പ്രധാനമായും ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അതുപോലെ ഡു വൈൽ ലൂപ്പ്.